ഇത് നമുക്ക് ഏത്തക്കാപ്പൊരി ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് ഇതേപോലെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏത്തക്കായയും വേണം, പിന്നെ പൊരിയും വേണം. ഏത്തപ്പഴം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഏത്തപ്പഴം നോക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മിക്സിലേക്ക് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഏലക്കായയുടെ പൊടിയും വേണം, 2 നുള്ള ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊരി എടുത്തിട്ടുണ്ട്. അതങ്ങനെ പൊരി എടുക്കണതിന് അങ്ങനെ കറക്റ്റായിട്ട് ഒരളവില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് പൊരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുക. പിന്നെ ഏലക്കായയുടെ പൊടിയും വേണം. പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഫസ്റ്റ് ഈ പൊരി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് മിക്സിയിൽ ഇട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്കിയാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഈ ഏത്തപ്പഴം അരച്ചെടുക്കുക. ഏത്തപ്പഴം അരച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. കാരണം ഈ ഏത്തപ്പഴത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല മധുരമില്ല, നല്ല നാടൻ പഴമല്ല. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏത്തപ്പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊരി ചേർക്കുക. നിങ്ങൾ കുറേശ്ശെ പൊരി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മധുരം ചേർക്കുക. ഇതിലേക്ക് ഒരു 2 നുള്ള ഉപ്പ് ചേർക്കുക. ഏലക്കായ പൊടിച്ചത് ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഏതാണ്ട് നമ്മളൊരു ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുത്തേക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ടെടുക്കുക. അതാരണം ഇതേപോലെ ഇങ്ങനെ ചെറിയ ഉരുളയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ വറുത്തെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് 2 സൈഡ് നന്നായിട്ട് മുരിച്ചിട്ടെടുക്കുക. തീ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കാണ്ട് മുരിഞ്ഞ് കിട്ടില്ല. ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും കൂടിയിട്ട് ഈ മിക്സിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വറുത്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ പൊരിപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പഴംപൊരി ഉണ്ടാക്കുന്നത് പൊരിയും കൊണ്ടല്ല, പക്ഷേ ഈ പേരായിരിക്കും ഇതിന് കുറച്ചും കൂടി നന്നായിട്ട് ചേരാൻ തോന്നണം. ഞാൻ തന്നെ ഇട്ട പേരാണ് പൊരിപ്പഴം എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.